Hello everybody, welcome to Eduooz Pharma Academy. നമ്മൾ നോക്കാൻ പോകുന്നത് ആന്റിഫംഗൽ ഏജന്റ്സിന്റെ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലെ ആന്റിഫംഗൽ ഏജന്റ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണ്. സോ നമ്മൾ എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ എപ്പോഴും തിയറിയുടെ കൂടെ തന്നെ കുറെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് പോയാൽ തന്നെ നമുക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് correctly pair the antifungal drugs with their likely mechanism of actions. So, once again, which of the following statements correctly pair the antifungal drugs with their likely mechanism of actions? Option A, Amphotericin B inhibits thymidylate synthetase. Option B, griseofulvin interfere with the microtubule function. Option C, flucytosine inhibit fungal mycolic acid synthesis, and Microtubule inhibit DNA dependent RNA polymerase. So ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഡ്രഗും അതിന്റെ കറക്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻസ് കൊടുത്തേക്കുന്ന ഏത് കോമ്പിനേഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആംഫോടെറിസിൻ ബി ഇസ് എ പോളിയൻ ആന്റിഫംഗൽ ആന്റിബയോട്ടിക്. ആംഫോടെറിസിൻ ബിയുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? ഇറ്റ് വിൽ ഇൻക്രീസ് ദ സെൽ പെർമിയബിലിറ്റി ത്രൂ ദി ഫോർമേഷൻ ഓഫ് മൈക്രോപോർസ് ഇൻ ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനകത്ത് മൈക്രോപോർസ് ഫോം ചെയ്തിട്ട് ആംഫോടെറിസിൻ ബി എന്താണ് ഫംഗൽ സെൽ പെർമിയബിലിറ്റി എൻഹാൻസ് ചെയ്യും. സോ അതിൽ കൊടുത്തേക്കുന്നത് ഇൻഹിബിറ്റ് thymidylate synthetase ആണ്. സോ ദിസ് ഈസ് an incorrect option. And next is the griseofulvin. Griseofulvin interfere with the microtubule function. എന്താണ് griseofulvinന്റെ mechanism of action? Which will inhibit the mitosis through the interfering with the functioning of the microtubules. So this is the correct combination. And next is the flucytosine. 5-flucytosine is a fluorinated pyrimidines വരുന്ന drug ആണ് flucytosine. Flucytosine എന്ന് പറയുന്ന ഡ്രഗ് വിച്ച് വിൽ ഇൻഹിബിറ്റ് ദി DNA synthesis by inhibiting the thymidylate synthetase. സോ ഇതിൽ കൊടുത്തേക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഹിബിറ്റ് ഫംഗൽ മൈക്കോളിക് ആസിഡ് സിന്തസിസ് എന്നാണ്. സോ ദിസ് ഇസ് an incorrect combination. Next is the Microtubule. Microtubule is azoles ആണ്. അസോൾസിൽ വരുന്ന ഡ്രഗ് ആണ് Microtubule, which will inhibit the DNA dependent RNA polymerase. Microtubule will inhibit the DNA dependent RNA polymerase. സോ ഓപ്ഷൻ കൊടുത്തേക്കുന്നത് DNA ഡിപെൻഡന്റ് RNA പോളിമറേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ മൈക്രോണസോൾ അസോൾസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? അസോൾസ് വിൽ ഇൻഹിബിറ്റ് ദി എർഗോസ്റ്റിറോൾ സിന്തസിസ്. എർഗോസ്റ്റിറോളിന്റെ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് അസോൾ ഡ്രഗ്. അസോൾ ആന്റിഫംഗൽ ഡ്രഗ്സ് ലാനോസ്റ്റിറോൾ എന്ന് എർഗോസ്റ്റിറോൾ ഫോം ചെയ്യുന്ന സ്റ്റെപ്പിനെ ഇൻഹിബിറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് എർഗോസ്റ്റിറോൾ ഇസ് എ മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് ഫംഗൽ സെൽ മെംബ്രെയിൻ. സോ അസോൾസ് ഇൻഹിബിറ്റ് ചെയ്യുന്നത് എർഗോസ്റ്റിറോളിന്റെ സിന്തസിസ് ആണ്. സോ ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത് ഇൻഹിബിറ്റ് DNA ഡിപെൻഡന്റ് RNA പോളിമറേസ് ആണ്. സോ ദിസ് ഈസ് an incorrect combination. So correct answer is the option B, that is griseofulvin interfere with the microtubule functioning. So option B is the correct answer, and this is the rationale of the answer. That is griseofulvin is effective only against dermatophytes. നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി ആന്റിഫംഗൽ ഏജന്റ്സിനകത്ത് griseofulvin is effective against the dermatophytes and is taken and which take up the drug via an active transport system. Its exact mechanism is not known, but the drug appears to be disrupt the mitotic spindle through interaction with the microtubules. Microtubules ഇന്ററാക്ട് ചെയ്തിട്ട് എന്താണ് മൈറ്റോസ്റ്റിക് സ്പിൻഡിലിന്റെ ഫംഗ്ഷനിങ് ഇന്റർഫിയർ ചെയ്യുന്നതാണ് griseofulvin. ആൻഡ് ഓപ്ഷൻ എ പറയുകയാണെങ്കിൽ എന്താണ്? ഇൻഹിബിഷൻ ഓഫ് thymidylate synthetase would be a mechanism of action of flucytosine. Flucytosine മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് thymidylate synthetase-നെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓപ്ഷൻ സിയിൽ എന്താണ് പ്രശ്നം? ഇൻഹിബിഷൻ ഓഫ് മൈക്കോളിക് ആസിഡ് സിന്തസിസ്. മൈക്കോളിക് ആസിഡ് സിന്തസിസിന്റെ ഇൻഹിബിഷൻ എന്താണ്? ഐസോനിയാസിഡ് ആന്റി ട്യൂബർക്കുലർ ഡ്രഗ് ആയിട്ടുള്ള ഐസോനിയാസിഡിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് ഇൻഹിബിഷൻ ഓഫ് മൈക്കോളിക് acid synthesis and inhibition of DNA dependent RNA polymerase എന്ന് പറയുന്നത് എന്തിന്റെ? റിഫാംബിസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് DNA dependent RNA polymerase. It is also an antifungal, also a anti-tubercular drug. The next question is, which of the following statements correctly pairs the antifungal drugs with its typical adverse effects? Typical adverse effects ആയിട്ട് correctly pair ചെയ്യുന്നത് ഏതൊക്കെയാണ് question.
Option A, Amphotericin B, normocytic anemia. Option B, griseofulvin, myelosuppression. Option C, flu cytosis, menstrual irregularities. And option D, ketoconazole, photosensitivity. So, answer already കിട്ടി കാണും. Option A ആണ് correct answer. That is option A is the right answer. That is Amphotericin B. Amphotericin B causes normocytic anemia. നമുക്കറിയാം Amphotericin B ന്റെ ഒരു മേജർ അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് എന്ത് kidney failure, that is nephrotoxicity. Nephrotoxicity is a major adverse effect of Amphotericin B and it will affect 80% of patients. The decreased production of erythropoietin. Nephrotoxicity ന്റെ ഭാഗമായിട്ട് decreased production of erythropoietin nephrotoxicity after effect ആണ്. So it will lead to the normocytic anemia. Normocytic anemia എന്ന് പറയുന്നത് എന്താണ്? അനീമിയ ഉണ്ടാകുമ്പോൾ RBC യുടെ ബ്ലഡിനകത്തുള്ള RBC യുടെ സൈസ് സെയിം നോർമൽ സൈസ് തന്നെയായിരിക്കും, ബട്ട് എമൗണ്ട് കുറവായിരിക്കും. സോ നെഫ്രോടോക്സിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് നോർമോസൈറ്റിക് അനീമിയ ആംഫോടെറിസിൻ ബിയുടെ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ കറക്റ്റ് ആൻസർ. ദെൻ ഗ്രിസിയോഫൾവിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എൻ അലർജനിക് ഡ്രഗ്. അലർജി കോസ് ചെയ്യുന്ന ഡ്രഗ് ആണ്. സോ which may cause many allergic reactions, hypersensitivity reactions including photosensitivity. Griseofulvin ഒരു adverse effect ആണ് photosensitivity. Griseofulvin ഒരു adverse effect ആണ് photosensitivity. And flu cytosin may be partially converted into 5-fluorouracil. Flu cytosin എന്താണ്? 5-fluorouracil ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് it exhibits some of the characteristic effect of the anti-cancer drugs. And so flu cytosin നമുക്കറിയാം flu 5-fluorouracil എന്താണ്? ഒരു ആന്റി ക്യാൻസർ ഡ്രഗ് ആണ്. സോ അതിന് മൈലോസപ്രഷൻ ഇസ് എൻ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ആന്റി ക്യാൻസർ ഏജൻസ്. സോ ഫ്ലൂ സൈറ്റോസിൻ എന്താണ്? 5-fluorouracil ആയിട്ട് കൺവേർട്ട് ചെയ്യും ത്രൂ ദി ഇൻറ്റെസ്റ്റൈനൽ ഫ്ലോറ. അപ്പൊ മൈലോസപ്രഷൻ ഇസ് എൻ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ദി ഫ്ലൂ സൈറ്റോസിൻ. ആൻഡ് alopecia is also a adverse effect of flu cytosin. Alopecia means kashandi. And ketoconazole can affect the gonadal hormone synthesis by inhibiting the cytochrome P450 system. So, ketoconazole ന്റെ മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്? cytochrome P450 യുടെ 50 enzymes inhibit ചെയ്തിട്ട് which will inhibit the conversion of ranosterol 14-demethylasineയാണ് ketoconazole inhibit ചെയ്യുന്നത്, which is a type of cytochrome P450 enzyme. So cytochrome P450 enzymes inhibit ചെയ്യുന്നതോടെ തന്നെ ഇത് gonadal hormone synthesis affect ചെയ്യുന്നു. So it may cause menstrual irregularities in women as well as impotence in men. So correct answer is Amphotericin B, which causes a normocytic anemia. Next question is, which of the following statements best explain the mechanism of antifungal action of Amphotericin B? Which of the following statements best explain the mechanism of antifungal action of the Amphotericin B? Option A, inhibition of topoisomerase 2. Option B, impairment of the normal permeability of the fungal cell membrane. Option C, inhibition of reverse transcriptase. And option D, blockade of fungal mitosis. So, എന്താണ് Amphotericin B യുടെ mechanism of action? Inhibition of topoisomerase 2. Inhibition of topoisomerase 2 is a mechanism of action of fluoroquinolones. Fluoroquinolones in the mechanism of action ആണ് topoisomerase 2 ന്റെ inhibition. And inhibition of reverse transcriptase, അത് antiviral agents, many antiviral agents ന്റെ mechanism of action ആണ് inhibition of reverse transcriptase. And the next is the blockade of the fungal mitosis. Fungal mitosis നെ affect ചെയ്യുന്ന drug ഏതാണ്? Griseofulvin. Griseofulvin will affect the microtubules interfere ചെയ്തിട്ട് മൈറ്റോസിസിനെ അഫക്ട് ചെയ്യുന്നത് അതാണ് ഗ്രിസിയോഫൾവിൻ ആണ്. ആൻഡ് ആംഫോടെറിസിൻ ബി എന്താണ്? ഇൻക്രീസ് ഫംഗൽ സെൽ permeability, that is impairment of the normal permeability of cell membrane. This is a correct answer.
So option B is the right answer. That is, amphotericin B bind to the fungal cell membrane and causes the formation of micropores through which the ions and small molecules are lost from the cell, and this causes the death of the fungal cells. And option A പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു it is a topoisomerase 2 inhibition എന്ന് പറയുന്നത് ഫ്ലൂറോക്വിനോളോൺസിന്റെ മെക്കാനിസം ആണ്. ആൻഡ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസിന്റെ ഇൻഹിബിഷൻ എന്ന് പറയുന്നത് എന്താണ്? മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ആന്റിവൈറൽ ഡ്രഗ്സ്. ആൻഡ് ബ്ലോക്കേഡ് ഓഫ് ഫംഗൽ മൈറ്റോസിസ് ഇസ് എ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഗ്രിസിയോഫൾവിൻ. The next question number 4, which of the following is an antifungal drug that acts by the inhibiting fungal DNA synthesis? Which of the following antifungal drug that acts by inhibiting fungal DNA synthesis? Option A, fluorouracil. Option B, cytarabine. Option C, flucytosine. And option D, griseofulvin. ക്വസ്റ്റ്യൻ എന്താണ്? ഏത് ഡ്രഗ് ആണ് ഫംഗൽ DNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടത് ആന്റിഫംഗൽ എന്ന് ചോദിച്ചിട്ടുള്ള antifungal, which of the following antifungal drug act by inhibiting fungal DNA synthesis? So നമ്മൾ ഇതിൽ നോക്കുമ്പോൾ എന്താണ്? ഫ്ലൂറോയുറാസിൽ എന്താണ്? ഫ്ലൂറോയുറാസിൽ ഇസ് an anti-cancer drug. Fluorouracil is an anti-cancer drug. Cytarabine is also an anti-cancer drug. Flucytosine 5-flucytosine is an antifungal drug. And griseofulvin is also an antifungal drug. So options നമ്മൾ ചുരുക്കിയിട്ട് സിയും ഡിയും മാത്രമായി നമ്മുടെ ഓപ്ഷൻ. So fluorouracil, cytarabine is not antifungal drugs. And 5-flucytosine എന്താണ്? Antifungal drug ആണ്, which will act by inhibiting the DNA synthesis. Thymidylate synthase എന്ന് പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് DNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ് 5-flucytosine. Okay, and griseofulvinന്റെ mechanism of action എന്താണ്? Griseofulvin will affect the mitosis, that is microtubular function ആണ് griseofulvin affect ചെയ്യുന്നത്. So option C is the correct answer. Option C is the correct answer. Which of the following antifungal drug is act by inhibiting the fungal DNA synthesis? Is question. So option C is the correct answer. That is, flucytosine is accumulated in the fungal cells and is converted by the cytosine deaminase to flucytosine എന്താണ്? 5-fluorouracil ആയിട്ട് മാറും. 5-fluorouracil ആയിട്ട് മാറും. Because എന്താണ്? Selectivity occurs because mammalian cells do not accumulate and do not deaminate flucytosine. So flucytosine എന്താ? mammalian cellന്റെ അകത്തേക്ക് ഇത് accumulate ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? 5-flucytosine fluorouracil ആയിട്ട് കൺവേർട്ട് ചെയ്യില്ല. സോ അതിന്റെ ആക്ഷൻ അവിടെ ബ്ലോക്ക് ചെയ്യും. സോ ഇത് സ്പെസിഫിസിറ്റി ടുവാർഡ്സ് ആന്റിഫംഗൽ ഏജൻസ് occurs to the because the selective conversion of flucytosine into the 5-fluorouracil by enzyme cytosine deaminase. If 5-fluorouracil in turn is metabolized into 5-deoxyfluorouridylic acid. If 5-fluorouracil is converted into 5-deoxyfluorouridylic acid, it is a potent inhibitor of thymidylate synthetase. It is a potent inhibitor of thymidylate synthetase. And the enzyme responsible for the converting deoxyuridine monophosphate to deoxythymidine monophosphate. Deoxyuridine monophosphate to deoxythymidine monophosphate. This reduces the availability of thymidylate acid, so impairing DNA synthesis. So thymidylate synthesis ആണ് ഇത് അൾട്ടിമേറ്റ് ആയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. thymidylate synthetase ഇൻഹിബിറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ എന്താണ്? thymidylate ആസിഡിന്റെ ഫോർമേഷൻ റെഡ്യൂസ് ചെയ്തിട്ട് DNA synthesisനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. So 5-flucytosine is the correct answer. And ഓപ്ഷൻ എയും ബിയും, അതായത് ഫ്ലൂറോയുറാസിലും സൈറ്റാറാബിനും എന്താണ്? ആക്ട് ബൈ ഇൻഹിബിറ്റിംഗ് DNA synthesis in mammalian cell but not accumulating the fungal cell and therefore devoid of antifungal activity. 5-fluorouracil സൈറ്റാറാബിനും എന്താണ്? ആന്റിഫംഗൽ ആക്ടിവിറ്റി ഇല്ല. ആൻഡ് griseofulvin is an antifungal drug but it is not acting by inhibiting the DNA synthesis. The next question is, which of the following statements best explains the mechanism of antifungal actions of azoles? Antifungal actions of azoles ne correct ആയിട്ട് explain ചെയ്യുന്നത് ഏത് ഓപ്ഷൻ എന്നാണ് question. Option A, inhibition of conversion of squalene to lanosserol. Option B, formation of artificial pores in fungal membrane. Option C, inhibition of fungal mitosis. And option D, inhibition of conversion of lanosserol to ergosterol.
So ergosterol എന്ന് പറയുകയാണെങ്കിൽ Ergosterol is a major constituent of cell membrane of fungus. Ergosterol synthesis start in the squalene epoxide ആവുന്നു. സ്ക്വാലിൻ ഇപ്പോക്സൈഡ് പിന്നെ എന്താകും? ലാനോസ്റ്റിറോൾ ആയിട്ട് മാറും. ലാനോസ്റ്റിറോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ലാനോസ്റ്റിറോൾ പിന്നെന്താണ്? എർഗോസ്റ്റിറോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ലാനോസ്റ്റിറോൾ എന്താണ്? എർഗോസ്റ്റിറോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ squalene epoxide, that is squalene epoxidase പറഞ്ഞിട്ട് enzyme squalene epoxide ആയിട്ട് മാറുന്നു. ഈ squalene epoxide then converted into ലാനോസ്റ്റിറോൾ. ഈ ലാനോസ്റ്റിറോൾ again converted into ergosterol by the action of the enzyme ലാനോസ്റ്റിറോൾ 14 alpha demethylase. So എർഗോസ്റ്റെറോളിന്റെ സിന്തസിസിനകത്ത് സ്ക്വാലിൻ എന്നുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് എന്താണ്? ഫസ്റ്റ് സ്ക്വാലിൻ എപ്പോക്സൈഡ് ആകും. സ്ക്വാലിൻ എപ്പോക്സൈഡ് പിന്നെ ലാനോസ്റ്റിറോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ദി ലാനോസ്റ്റിറോൾ upon the action of the enzyme ലാനോസ്റ്റിറോൾ 14 alpha demethylase which is converted into the ergosterol. So എന്താണ് അസോൾസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ അസോൾസ് എന്ന് പറഞ്ഞാൽ ആന്റിഫംഗൽ ഏജൻസ് ആണ് വിച്ച് വിൽ ആക്ട് ബൈ ഇൻഹിബിറ്റിംഗ് ദ സിന്തസിസ് ഓഫ് എർഗോസ്റ്റെറോൾ. എർഗോസ്റ്റെറോളിന്റെ സിന്തസിസിനെയാണ് എന്ത് അസോൾ ആന്റിഫംഗൽ ഏജൻസ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അതായത് ലാനോസ്റ്റിറോൾ 14 ആൽഫ ഡീമിഥൈലേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് എർഗോസ്റ്റെറോളിന്റെ സിന്തസിസിനെയാണ് അസോൾസ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻസ് എന്താണ്? ഇൻഹിബിഷൻ ഓഫ് കൺവേർഷൻ ഓഫ് സ്ക്വാലിൻ ടു ലാനോസ്റ്റിറോൾ. ഓപ്ഷൻ ബി ഫോർമേഷൻ ഓഫ് artificial pores in the fungal membrane. Option C inhibition of fungal mitosis, and option D inhibition of conversion of ലാനോസ്റ്റിറോൾ to ergosterol. So option A എന്ന് പറയുന്നത് എന്താണ്? inhibition of conversion of squalene to ലാനോസ്റ്റിറോൾ. Inhibition of conversion of squalene to ലാനോസ്റ്റിറോൾ. ഇത് ഏതിന്റെയാ? This is not the correct option, correct answer. So inhibition of formation of squalene to ലാനോസ്റ്റിറോൾ is an incorrect option, and formation of artificial pores in fungal membrane. Artificial pores in fungal membrane is an mechanism of action of Amphotericin B. So this is also an incorrect option. And inhibition of fungal mitosis. Inhibition of fungal mitosis is a mechanism of action of Griseopulvin. So this is also incorrect option. And inhibition of conversion of ലാനോസ്റ്റിറോൾ to ergosterol. This is the correct option. That is ലാനോസ്റ്റിറോളിന് ergosterol ആയിട്ട് കൺവേർഷൻ ആണ് അസോൾ ആന്റിഫംഗൽ ഏജൻസ് അഫക്ട് ചെയ്യുന്നത്. അതായത് സ്ക്വാലിൻ ടു ലാനോസ്റ്റിറോൾ. സ്ക്വാലിൻ ടു സ്ക്വാലിൻ എപ്പോക്സൈഡ് ആയിട്ട് കൺവേർഷൻ ആണ് ഏത് ടോൾനാഫ്റ്റേറ്റ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ടോൾനാഫ്റ്റേറ്റ് ഇൻഹിബിറ്റ് സ്ക്വാലിൻ ടു ലാനോസ്റ്റിറോൾ കൺവേർഷൻ ടോൾനാഫ്റ്റേറ്റ് ഇൻഹിബിറ്റ് ചെയ്യുന്നു. So correct option is option D. നമുക്ക് നോക്കാം ഓപ്ഷൻ ഡി എന്താണ്? അസോൾസ് ഇൻഹിബിറ്റ് സൈറ്റോക്രോം P450 എൻസൈംസ്. സൈറ്റോക്രോം P450 എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു അസോൾസ്. ആൻഡ് ദിസ് ഇൻഹിബിഷൻ ഇംപെയർസ് ദി ആക്ടിവിറ്റി ഓഫ് P450 ഡിപെൻഡന്റ് ലാനോസ്റ്റിറോൾ ഡീമിഥൈലേസ്. ലാനോസ്റ്റിറോൾ 14 ആൽഫ ഡീമിഥൈലേസ് എന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ദാറ്റ് കൺവേർട്സ് ലാനോസ്റ്റിറോൾ ടു എർഗോസ്റ്റെറോൾ. ലാനോസ്റ്റിറോൾ ടു എർഗോസ്റ്റെറോളിന്റെ കൺവേർഷൻ അഫക്ട് ചെയ്യുന്ന ഡ്രഗ് ആണ് enzyme ലാനോസ്റ്റിറോൾ ഡീമിഥൈലേസ്. സോ azoles will inhibit this ലാനോസ്റ്റിറോൾ ഡീമിഥൈലേസ്. The ultimate effect of an inhibition of the ergosterol is an inhibition of the ergosterol synthesis in the fungal cells. This specificity of azole drugs results from the greater affinity for the fungus than that for the mammalian cytochrome P450 enzymes. And imidazoles, that is ketoconazole, have a lesser degree of specificity than the triazoles, that is fluconazole. ഈ ഇമിഡസോൾസിന് എന്താണ് ലെസർ അഫിനിറ്റി സ്പെസിഫിസിറ്റി ദാൻ ദി ട്രയസോൾസ്. ഇമിഡസോൾസിന് എക്സാമ്പിൾ ആണ് കീറ്റോകോണസോൾ. ട്രയസോൾ ഡ്രഗ്സിന് എക്സാമ്പിൾ ആണ് ഫ്ലൂകോണസോൾ. സോ അസോൾസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയാനുള്ള എന്താണ്? ഇൻഹിബിഷൻ ഓഫ് കൺവേർഷൻ ഓഫ് ലാനോസ്റ്റിറോൾ ടു എർഗോസ്റ്റെറോൾ.
The next question is, next are the options. Option A, inhibition of conversion of squalene to lansoprazole is a mechanism of action of terbinafine non-antifungals polar drugs. And option B is formation of artificial pores in fungal membrane. We already Amphotericin B mechanism of action and microtubular functioning in affecting the greaseopulvin. The next question is, which of the following fungi are sensitive to greaseopulvin? Greaseopulvin sensitive fungal species question. Option A, Candida albicans. Option B, Trichophyton rubrum. Option C, Epidermophyton flocosum. Option D, Microsporum gypsum. So, we greaseopulvin is active against the dermatophytosis. Dermatophytosis treatment use drug greaseopulvin, and dermatophytes included organs Microsporum, Trichophyton, and Epidermophyton. Microsporum, Trichophyton, and Epidermophyton. Trichophyton, Epidermophyton, and Microsporum. These three drugs, greaseopulvin is active for these three fungal species. These three species against greaseopulvin use. That is, these three fungi are sensitive to greaseopulvin. And greaseopulvin is ineffective towards the candidiasis. Greaseopulvin is ineffective for the candida infection. Okay, so options correct answer these three options correct. That is, the greaseopulvin is active towards the Trichophyton, Epidermophyton, and Microsporum. The antifungal spectrum of greaseopulvin only include dermatophytes, that is Trichophyton, Epidermophyton, and Microsporum, and the drug has no effect on other fungi or bacteria like a candida. The next question is, question is, a 37-year-old woman with AIDS has been recently diagnosed with systemic candidiasis due to Candida krusei, and an IV antifungal treatment has been prescribed. 4 days later, the following lab results were obtained. That is, serum creatinine 5.9 milligram per deciliter. That is, normal range of serum creatinine is 0.6 to 1.5, and blood urea nitrogen level was found to be 53 milligram per deciliter. That is, normal range is 7 to 30, and plasma potassium is 2.3 millimole per liter. Normal range required is 3.5 to 5.3. Which of the following drugs was most likely prescribed? Option A, Amphotericin B. Option B, fluconazole. Option C, greaseopulvin, and option D, flucyclosine. So, question is, a 37-year-old HIV patient systemic mycosis, systemic candidiasis detected and antifungal drug doctor prescribed. And this drug lab results the respective lab results serum creatinine level 5.9 normal value 0.6 to 1.5 serum creatinine blood level creatinine blood urea nitrogen level 53 normal 7 to 30 urea level and plasma potassium level 2.3 millimole that is normal range. So, what drug is the question? അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് women with AIDS ആണ്. സോ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ആന്റിഫംഗൽ ഡ്രഗ് ഏതാണ്? ആന്റിഫംഗൽ ഡ്രഗ് ഇസ് ആംഫോടെറിസിൻ ബി. ആംഫോടെറിസിൻ ബി ആണ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ആന്റിഫംഗൽ ഏജന്റ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ആംഫോടെറിസിൻ ബി ഈ അടുത്ത് കൊടുത്തിരിക്കുന്ന ലാബ് റിസൾട്ട്സിന്റെ നമുക്ക് എന്താണ് ലാബ് റിസൾട്ട്സിൽ അൾട്ടിമേറ്റ് ആയിട്ട് പറയാം എന്താണ് കിഡ്നി നെഫ്രോടോക്സിറ്റി
കിഡ്നി ടോക്സിറ്റി ഉണ്ടെന്ന് പറയാം. അതായത് കിഡ്നി ഫംഗ്ഷനിങ് പ്രോപ്പർ അല്ല, ബിക്കോസ് സിറം ക്രിയാറ്റിനിൻ ലെവൽ കൂടി, അതുപോലെ ബ്ലഡ് യൂറിയ നൈട്രജൻ കൂടി, പിന്നെ പൊട്ടാസ്യം ലെവൽ കുറഞ്ഞു. അതായത് ഇപ്പൊ ആംഫോടെറിസിൻ ബിയുടെ അഡ്വേഴ്സ് ഇഫക്ട് എന്താണ്? ആംഫോടെറിസിൻ ബി കോസസ് നെഫ്രോടോക്സിറ്റി. നെഫ്രോടോക്സിറ്റിന്റെ മാനിഫെസ്റ്റേഷൻസ് ആണ് എന്ത്? ഹൈപ്പോകലീമിയ, ബ്ലഡ് പൊട്ടാസ്യം ലെവൽ കുറയുന്ന അവസ്ഥ, ഹൈപ്പോകലീമിയ. സോ പേഷ്യന്റ് എന്താണ്? പ്ലാസ്മ പൊട്ടാസ്യം ലെവൽ ലോവർ ദാൻ ദ നോർമൽ. സോ ഹൈപ്പോകലീമിയ ആ പേഷ്യന്റിന് ഉണ്ട്. പിന്നെ എന്താണ്? അസോട്ടീമിയ, ബ്ലഡ് നൈട്രജൻ ലെവലും യൂറിയ ലെവലും കൂടുന്ന കണ്ടീഷൻ, അസോട്ടീമിയ. ദാറ്റ് ഇസ് നൈട്രജൻ ലെവലും കൂടുതലാണ്, യൂറിയ ലെവലും, സിറം ക്രിയാറ്റിൻ ലെവലും അതുപോലെ തന്നെ യൂറിയ നൈട്രജൻ ലെവലും കൂടുതലാണ്. സോ അൾട്ടിമേറ്റ്ലി ആംഫോടെറിസിൻ ബിയുടെ ടോക്സിറ്റി പേഷ്യന്റിനകത്തുണ്ട്. സോ ആംഫോടെറിസിൻ ബി ഇസ് എ റൈറ്റ് ആൻസർ. The lab results indicate that the patient is suffering from the renal insufficiency. Amphotericin B is a drug of choice for most systemic mycosis, but the drug can cause a serious dose-dependent renal dysfunction due to the direct damage of the renal tubules. Azotemia എന്ന് പറഞ്ഞാൽ increased serum nitrogen and യൂറിയ, നൈട്രജൻ കോമ്പൗണ്ട്സ് യൂറിയന്റെ അളവ് കൂടുന്ന അവസ്ഥയാണ്. ആൻഡ് റീനൽ ട്യൂബുലാർ അസിഡോസിസ്, പൊട്ടാസ്യം വേസ്റ്റിംഗ് ആർ ദ മോസ്റ്റ് പ്രോമിനന്റ് സിംറ്റംസ്. സോ ഈ മൂന്ന് ഇത് എല്ലാം കളക്റ്റീവ്ലി നമുക്ക് ആംഫോടെറിസിൻ ബി ആണ് ആൻസർ എന്ന് പറയാം. ആൻഡ് ഓപ്ഷൻ ബി, സി, ഡി, ദീസ് ആന്റിഫംഗൽ ഡ്രഗ്സ് ഡു നോട്ട് കോസ് റീനൽ ടോക്സിറ്റി. ഈ മൂന്ന് ഏജൻസും ആന്റിഫംഗൽ ഡ്രഗ്സ് ആണ് വിച്ച് ഡു നോട്ട് കോസ് റീനൽ ടോക്സിറ്റി. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ആംഫോടെറിസിൻ ബി. The next question is, which of these antifungal drugs inhibit microtubules? Which of these antifungal drugs inhibits microtubules? Option A, griseofulvin. Option B, amphotericin B. Option C, ketoconazole. And option D, flucytosine. Which of the antifungal drugs inhibit microtubule എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഗ്ലിസിയോഫൾവിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? ഇൻഹിബിറ്റ് ദ മൈറ്റോസിസ് ത്രൂ ഇന്റർഫിയറിംഗ് വിത്ത് മൈക്രോട്യൂബുലർ ഫംഗ്ഷൻ. സോ ഗ്ലിസിയോഫൾവിൻ ഈസ് കറക്റ്റ് ആൻസർ. പിന്നെ ആംഫോടെറിസിൻ ബി എന്തുകൊണ്ടല്ല? ആംഫോടെറിസിൻ ബി ഇൻക്രീസസ് ദ സെൽ പെർമിയബിലിറ്റി, ഫംഗൽ സെൽ പെർമിയബിലിറ്റി ബൈ ഫോമിംഗ് മൈക്രോപോൾസ് ഇൻ ദ സെൽ മെംബ്രെയിൻ. കീറ്റോകോണസോൾ എന്താണ്? കീറ്റോകോണസോൾ നമ്മൾ പറഞ്ഞു, കീറ്റോകോണസോൾ എർഗോസ്റ്റിറോൾ സിന്തസിസ്, ഇറ്റ്സ് ആൻ അസോൾ ഡ്രഗ് ആണ്. എർഗോസ്റ്റിറോൾ സിന്തസിസിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ഫ്ലൂസൈറ്റോസിൻ എന്താണ്? DNA സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ബൈ തൈബിഡിലേറ്റ് സിന്തറ്റേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് DNA സിന്തസിസിനെയാണ് ഫ്ലൂസൈറ്റോസിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? മൈക്രോട്യൂബ്യൂൾസിന് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ആന്റിഫംഗൽ ഡ്രഗ് ഏതാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. That is, griseofulvin binds to polymerized microtubules and interfere with its function. Amphotericin B has high affinity to ergosterol and form pores in the cell membrane and enhance the cell permeability, thereby cell death. Ketoconazole acts by inhibiting fungal cytochrome P450 enzyme, that is lanosterol 14 demethylase, and thus impair ergosterol synthesis. And flucytosine is a pyrimidine antimetabolite. Flucytosine is a pyrimidine antimetabolite which is inactive as such. After uptake into fungal cell, it is converted into 5-fluorouracil and then to 5-deoxyfluorodeoxyuridylic acid, which is an inhibitor of thymidylate synthase. The next question is, which of the following consists of imidazole ring? Which of the following consists of imidazole ring? Option A, cotrimoxazole. Option B, griseofulvin. Option C, ketoconazole. And option D, fluconazole. So, first drug is cotrimoxazole. What is cotrimoxazole? Cotrimoxazole is an antifungal drug ആണോ? അല്ല. Cotrimoxazole is a combination drug of trimethoprim and sulfamethoxazole. Cotrimoxazole is a combination drug of trimethoprim and sulfamethoxazole. ഇത് നമ്മൾ ഓൾറെഡി സൾഫോണമൈഡ് ക്ലാസ്സിൽ പഠിച്ചതാണ്. Cotrimoxazole is not an antifungal drug. And next is a griseofulvin. Griseofulvin എന്താണ്? ഒരു ആന്റിഫംഗൽ ഡ്രഗ് ആണ്. ഹെറ്ററോസൈക്ലിക് ബെൻസോഫ്യൂറൻ കൺസിസ്റ്റിംഗ് ഡ്രഗ് ആണ് griseofulvin. സോ griseofulvin എന്താണ്?
it is also do not contain an imidazole ring. And ketoconazole and fluconazole both are ending with azoles. So these are azoles. So azoles ketoconazole fluconazole imidazoles. Azoles are again classified into imidazoles and triazoles. Azoles are again classified into imidazoles and triazoles. Imidazoles are again topically and systemically in one two classes. So antifungal drugs azole class again divided into imidazoles and triazoles. Imidazole class again divided into topical acting and systemic drugs. Topically acting drugs are clotrimazole, iconazole, myconazole. And systemic activity drug is ketoconazole. Imidazole systemic activity drug is ketoconazole. And triazoles, triazole class drugs are fluconazole, itraconazole, terconazole. So options are ketoconazole and fluconazole. Ketoconazole is an imidazole containing drug. Imidazole containing systemically administered drug ketoconazole, and fluconazole is a triazole containing drug. Fluconazole is a triazole containing drug. It is also an azole. So both are azoles, and this is imidazole and this is triazole. So option C is the correct answer. So structure wise നമുക്ക് നോക്കാം. ഇത് ketoconazole സ്ട്രക്ചർ ആണ്. ഓർത്ത് വെക്കാം, ketoconazole സ്ട്രക്ചർ ആണ്. ഇറ്റ് കണ്ടെയ്ൻ an imidazole ring. ketoconazole ഒരു imidazole ring പ്രസന്റ് ആണ്. So cotrimazole is a combination of trimethoprim and sulfamethoxazole. Griseofulvin is a heterocyclic benzofuran, and fluconazole consists of triazole containing drug ആണ് fluconazole. ഓർത്ത് വെക്കാം, imidazole containing drug ആണ് ഏത് ketoconazole, and triazole containing drug ആണ് fluconazole. ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് ഓർത്ത് വെച്ചാൽ തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. Next question is a potent inhibitor of thymidylate synthase. Option A amphotericin B, option B griseofulvin, option C itraconazole, and option D flucytosine. So thymidylate synthase ന്റെ ഇൻഹിബിറ്റർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. amphotericin B നമുക്കറിയാം. amphotericin B എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗൽ സെൽ മെംബ്രെയിന്റെ പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ബൈ ഫോമിംഗ് മൈക്രോ പോർസ് ഇൻ ദി സെൽ മെംബ്രെയിൻ. സോ amphotericin B is a wrong answer, and griseofulvinന്റെ മെക്കാനിസം എന്താണ്? griseofulvin will inhibit the microtubule functioning, interfere with the microtubule functioning, that is inhibit the mitosis. So griseofulvin is also not the correct answer. And itraconazole എന്താണ്? ഒരു azole drug ആണ് itraconazole മെക്കാനിസം എന്താണ്? azole drugs in the mechanism will inhibit the synthesis of ergosterol from the lanosterol by inhibiting lanosterol 14 alpha demethylase enzyme. So itraconazole is also a wrong answer. And flucytosine endana? Flucytosine will inhibit the DNA synthesis by inhibiting the thymidylate synthetase. Thymidylate synthetase inhibit ചെയ്തിട്ടാണ് flucytosine mechanism of action. So option D is the right answer. That is, flucytosine is a pyrimidine antimetabolite which is inactive as such, and after uptake into the fungal cell, it is converted into the 5-fluorouracil and then to 5-fluorodeoxyuridylic acid, which is an inhibitor of thymidylate synthase.
5-fluorodeoxyuridylic ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും ആൻഡ് വിച്ച് ഇസ് ആൻ ഇൻഹിബിറ്റർ ഓഫ് തൈമിഡേസ് സിന്തേസ്. അങ്ങനെ DNA സിന്തസിസിനെയാണ് ഫ്ലൂറോസൈറ്റോസിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് എ റൈറ്റ് ആൻസർ. ആൻഡ് ഓപ്ഷൻ എയുടെ പ്രത്യേകത എന്താണ്? ആംഫോട്രിസിൻ ബി ഇസ് എ പോളിയീൻ ആന്റിബയോട്ടിക് ആൻഡ് അതിന്റെ മെക്കാനിസം നമ്മൾ ഓൾറെഡി പറഞ്ഞു. മൈക്രോപോൾസ് ഫോം ചെയ്തിട്ട് പെർമിയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഓപ്ഷൻ ബി ഗ്രിസിയോഫൾവിൻ എന്ന് പറയുന്നത് which will inhibit the polymerized microtubules and interfere with its functioning. And azole antifungal agents എന്ന് പറയുന്നത് എന്താണ്? which will inhibit the ലാനോസ്റ്റിറോൾ demethylase, that is ലാനോസ്റ്റിറോൾ 14 alpha demethylase enzyme ഇൻഹിബിറ്റ് ചെയ്തിട്ട് ലാനോസ്റ്റിറോളിന് എർഗോസ്റ്റിറോൾ സിന്തസിസ് സ്റ്റെപ്പ് ഇൻഹിബിറ്റ് ചെയ്യും. സോ അങ്ങനെ ആണ് അസോൾസിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. The next question is, which of the following is not an antifungal agent? Option A, amphotericin B. Option B, clotrimazole. Option C, nystatin. Option D, neomycin. So, നമുക്കറിയാം amphotericin B is an antifungal agent. ആംഫോടെറിസിൻ ചെറുതായിട്ടൊന്ന് ആന്റിഫംഗൽ ഏജൻസ് ഓടിച്ചു നോക്കിയ ഒരാൾക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. ആംഫോടെറിസിൻ ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു ആന്റിഫംഗൽ ഏജന്റ് ആണ് നമുക്കറിയാം. ക്ലോട്രിമസോൾ ഇസ് ആൻ ആന്റിഫംഗൽ ഏജന്റ്. ക്ലോട്രിമസോൾ ഇസ് ഓൾസോ ആൻ ആന്റിഫംഗൽ ഏജന്റ്. നൈസ്റ്റാറ്റിൻ എന്താണ്? ആന്റിഫംഗൽ ഏജന്റ് ആണോ ആന്റിബയോട്ടിക് ആണോ? നൈസ്റ്റാറ്റിൻ ഇസ് ആൻ ആന്റിഫംഗൽ ഏജന്റ്. നൈസ്റ്റാറ്റിൻ ഇസ് ഓൾസോ എ പോളിയീൻ ആന്റിബയോട്ടിക് ആണ്. നൈസ്റ്റാറ്റിൻ ജസ്റ്റ് യൂസ്ഡ് ആസ് എൻ ആന്റിഫംഗൽ ഏജന്റ്. നിയോമൈസിൻ എന്താണ്? നിയോമൈസിൻ ഇസ് അമിനോഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക്. നിയോമൈസിൻ ഇസ് ആൻ അമിനോഗ്ലൈക്കോസൈഡ് ആന്റിബയോട്ടിക്. സോ ആംഫോടെറിസിൻ ബി എന്താണ്? ഇറ്റ് ഇസ് എ പോളിയീൻ ആന്റിഫംഗൽ ആന്റിബയോട്ടിക്. ക്ലോട്രിമസോൾ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ എൻ അസോൾ ക്ലാസ്സിൽ വരുന്നതാണ്. ഇമിഡസോൾ കണ്ടെയ്നിങ് ഡ്രഗ് ആണ്, ആന്റിഫംഗൽ ഏജന്റ് ആണ്. നൈസ്റ്റാറ്റിൻ എന്ന് പറയുകയാണെങ്കിൽ എന്താ? Nystatin is also a polyene antifungal antibiotic. Neomycin is an aminoglycoside antibiotic. It is used externally. Neomycin. Appo correct answer is neomycin. Option D. So, neomycin is an aminoglycoside antibiotic. Since it is highly toxic for internal ear and kidney, it is preferred for topical application. Neomycin is a topical antibiotic. And amphotericin B and nystatin are polyene antifungal agents. And clotrimazole is an imidazole containing antifungal agent. Clotrimazole is an imidazole containing antifungal agent. So correct answer is neomycin. Neomycin is not an antifungal agent. It is an aminoglycoside antibiotic. It is used externally. Next question is, antifungal antibiotic is dash. Option A, naftifin. Option B, flucytosine. Option C, nystatin. And option D, undecylenic acid. So ഈ ഫോളോയിങ് ഡ്രഗ്സിലെ ഫംഗൽ ആന്റിബയോട്ടിക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ആന്റിഫംഗൽ ഏജന്റ്സിന്റെ ക്ലാസിഫിക്കേഷനകത്ത്. ഫസ്റ്റ് ക്ലാസ് ആന്റിഫംഗൽ ആന്റിബയോട്ടിക്സ്. Antifungal antibiotics are again classified into two, that is polyene antibiotics. Then next is the heterocyclic benzofuran and echinocandins. Echinocandins is also a class of antifungal antibiotic. Echinocandins ആണ് caspofungin, anidulafungin എന്ന ഡ്രഗ്സ് ഒക്കെ echinocandinsil വരുന്നതാണ്. സോ പോളിയൻ ആന്റിബയോട്ടിക്സിൽ വരുന്ന ഡ്രഗ്സ് ആണ് ഏത്? നൈസ്റ്റാറ്റിൻ, ഹാമൈസിൻ and amphotericin B. So antifungal antibiotic from the following ആണ് question. So ഏതാണ്? നൈസ്റ്റാറ്റിൻ, ഹാമൈസിൻ and amphotericin B. So ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് നൈസ്റ്റാറ്റിൻ. So option C is the right answer. Nystatin is the antifungal antibiotic from the following.
So, nystatin is an antifungal antibiotic under the Polyene class, and flucytosine is an anti-metabolite under the class of fluorinated pyrimidine. Flucytosine is an anti-metabolite, that is antifungal agent under the class of fluorinated pyrimidine. Anti-metabolite activity ഉണ്ട്. And naphthephin is a fungicidal agent which inhibit squalene 2,3 epoxidase and thus inhibit the synthesis of ergosterol. Ergosterol synthesis ഒരു സ്റ്റെപ്പിനാണ് ഏത് naphthephin also inhibit the ergosterol biosynthesis of ergosterol. That is നമ്മൾ already പറഞ്ഞു. First squalene epoxide ആക്കും, epoxide then converted into ലാനോസ്റ്റിറോൾ, then ergosterol. ഇതാണ് എന്ത് ergosterol's biosynthesis pathway. So naphthephin will inhibit this step, that is squalene epoxide ആക്കുന്ന step, convert ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് ഏത് naphthephin inhibit ചെയ്യുന്നത്. And undecalinic acid is an unsaturated fatty acid with a terminal double bond, and it is aliphatic compounds വരുന്ന drug ആണ് undecalinic acid. It is not an antifungal antibiotic. The next question is, inhibitor of 14-alpha demethylase is option A naphthephin, option B 5-flucytosine, option C griseofulvin, and option D ketoconazole. So ഏതാണ് 14-alpha demethylase? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ഇതെല്ലാം. 14-alpha demethylase ഇൻഹിബിറ്റർ ഏതാണ്? ഫ്രം ദി ഓപ്ഷൻസ് naphthephin നമ്മൾ ഓൾറെഡി പറഞ്ഞു. naphthephin will inhibit the squalene epoxidase. Naphthephin will inhibit the squalene epoxidase. And 5-flucytosine is an anti-metabolite ആണ്, that is fluorinated pyrimidines വരുന്ന drug ആണ്, which will inhibit the thymidylate synthase. Griseofulvin will inhibit the microtubule function. And ketoconazole എന്താണ്? Ketoconazole is an azole drug ആണ്. Azole drug ആണ്, which will inhibit the ലാനോസ്റ്റിറോൾ 14-alpha demethylase. ലാനോസ്റ്റിറോൾ 14-alpha demethylase will help in the conversion of the ലാനോസ്റ്റിറോൾ into the ergosterol, which is the crucial step in the ergosterol biosynthesis. So ketoconazole is the correct answer. That is, ketoconazole is the inhibitor of 14-alpha demethylase, that is ලාനോസ്റ്റിറോൾ 14-alpha demethylase. So option D is the correct answer, and this is the explanation for the answer. That is, azoles acts by inhibiting fungal cytochrome P450 enzyme ලාനോസ്റ്റിറോൾ 14 demethylase and thus impair ergosterol synthesis. This leads to a cascade of membrane abnormalities in fungus. Naphthephin, first option, naphthephin inhibit the squalene 2,3 epoxidase and thus inhibit the fungal biosynthesis of ergosterol. Flucytosine is a pyrimidine antimetabolite which is inactive as such. After uptake into the fungal cell, it is converted into the 5-fluorouracil and then into the 5-fluorodeoxyuridylic acid, which is an inhibitor of the thymidylate synthetase. So it is an inhibitor of the DNA synthesis in fungus. And griseofulvin, the third option, griseofulvin, which will bind to the polymerized microtubules and interfere with its function. The next question is the mechanism of action of naphthephin. Option A, inhibits sterol 14 demethylase. Option B, inhibits squalene epoxidase. Option C, inhibit thymidylase synthase. Option D, inhibit microtubule formation. So ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു naphthephinന്റെ mechanism of action എന്താണ്? Which will inhibit the conversion of squalene to squalene epoxide by inhibiting the enzyme squalene 2,3 epoxidase. So option B is the right answer. Option B is the right answer. That is, by inhibiting the squalene 2,3 epoxidase. Naphthephin act by the inhibition of the squalene 2,3 epoxidase. And option A, sterol 14 demethylase, ലാനോസ്റ്റിറോൾ 14 demethylase inhibitor ആരാണ്? azoles. And thymidylate synthase inhibitor ആണ് flucytosine.
through cytosine and inhibit microtubule formation. Microtubule formation inhibit ചെയ്യുന്നതാണ് ഏതാണ്? Griseofulvin. Griseofulvin. So option B is the right answer. Option B is the right answer. അതിന്റെ corresponding explanation ആണ് കൊടുത്തിരിക്കുന്നത്. That is naphthepin is a fungicidal agent which inhibit squalene 2,3 epoxidase and thus inhibit the biosynthesis of ergosterol in fungus. And option A എന്ന് പറയുന്നത് എന്താണ്? Is a mechanism of azole antifungal agents. And option C is a mechanism of flucytosine and option D is a mechanism of griseofulvin. Next question is antifungal with bis triazole nuclease is option A ketoconazole, option B butaconazole, option C fluconazole and option D clotrimazole. So bis triazole എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് നമ്മുടെ സിലബസിനകത്ത് ട്രൈസോളിന്റെ സ്ട്രക്ചർ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ ക്ലാസിഫിക്കേഷനകത്ത് ട്രൈസോൾ ഇമിഡസോൾസ് നമ്മൾ എടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പം ബിസ് ട്രൈസോൾ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ സ്ട്രക്ചർ എന്ന രീതിയിൽ നമ്മൾ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ബിസ് ട്രൈസോൾ ഏതാണ്? ഫ്രം ദി ഫോളോയിങ് വിച്ച് ഡ്രഗ് കണ്ടെയ്ൻ ബിസ് ട്രൈസോൾ സ്ട്രക്ചർ. സോ കീറ്റോകോണസോളിൽ എന്താണ്? ട്രൈസോൾ റിംഗ് ഇല്ല നമുക്കറിയാം. ഇമിഡസോൾ കണ്ടെയ്നിങ് ഡ്രഗ് ആണ് കീറ്റോകോണസോൾ. സോ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് ബ്യൂട്ടാകോണസോൾ, ക്ലോട്രിമസോൾ ഇസ് ഓൾസോ എ ഇമിഡസോൾ റിംഗ്. ആൻഡ് ഫ്ലൂകോണസോൾ നമുക്ക് നോക്കാം. ഫ്ലൂകോണസോൾ ഇസ് എ ട്രൈസോൾ റിംഗ്. നമുക്ക് ഓരോന്നിന്റെ സ്ട്രക്ചർ നോക്കിയിട്ട് ഏതാണെന്ന് പറയാം. ഫ്ലൂകോണസോൾ ഇസ് എ ട്രൈസോൾ റിംഗ്, ദാറ്റ് ഇസ് ബിസ് ട്രൈസോൾ റിംഗ്. 2 ട്രൈസോൾ റിംഗ് ഫ്ലൂകോണസോളിൽ പ്രസന്റ് ആണ്. ഫ്ലൂകോണസോൾ കണ്ടെയ്ൻ 2 triazole rings. Fluconazole contain 2 triazole rings and butaconazole is also an imidazole containing drug. So butaconazole is not a bis triazole containing drug. And ketoconazole is also contain an imidazole ring and clotrimazole contain an imidazole ring. So correct answer for the bis triazole containing drug is fluconazole. The next question is griseofulvin contains dash heterocycle. Option A benzofuran, option B imidazole, option C triazole and option D piperidine. അതാണ് നമുക്ക് ബെൻസോഫ്യൂറാന്റെ സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാവും. ബെൻസോഫ്യൂറാൻ ഇസ് എ ഹെട്രോസൈക്ലിക് griseofulvin is a heterocyclic benzofuran containing drug. സോ ബെൻസോഫ്യൂറാൻ റിംഗ് ആണ് griseofulvinനകത്ത് പ്രസന്റ് ആയിട്ടുള്ളത്. ഇമിഡസോൾ റിംഗ് ഏതാണ്? ഇമിഡസോൾ റിംഗ് is the 5-membered heterocyclic ring containing 2 nitrogen atoms. Imidazoles are 5-membered heterocyclic ring containing 2 nitrogen atoms ആണ് imidazoles. Triazoles are 3 nitrogen atoms. Triazoles and piperidine. Piperidine is this is a piperidine. So benzofuran containing drug ആണ് griseofulvin. The next question is the most important toxicity of amphotericin B is option A nephrotoxicity, option B neurotoxicity, option C hepatotoxicity and option D bone marrow depression. So നമുക്കറിയാം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോക്സിറ്റി ഓഫ് ആംഫോടെറിസിൻ ബി ഇസ് നെഫ്രോടോക്സിറ്റി. നെഫ്രോടോക്സിറ്റി ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആംഫോടെറിസിൻ ബിയുടെ ടോക്സിറ്റി. നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുകയാണ് നെഫ്രോടോക്സിറ്റിന്റെ അസോസിയേറ്റഡ് സൈഡ് ഇഫക്ട്സ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇഫക്റ്റ് ആണ് ഏത്? അനീമിയ, നോർമോസൈറ്റിക് അനീമിയ. സോ these are also toxicity of amphotericin B but not an important toxicity, that is neurotoxicity, hepatotoxicity, bone marrow depression are also associated with the amphotericin B, but nephrotoxicity is a major toxicity of amphotericin B. That is acute reactions. Toxicity acute reactions consists of chills, fever, aches, nausea, vomiting lasting for 2 to 5 hours. And long-term toxicity വരുന്നതാണ് major toxicity ആണ് nephrotoxicity. And anemia വരാണ്ട് bone marrow depression റിസൾട്ട് ആയിട്ട് anemia ഉണ്ടാവും. അതുപോലെ തന്നെ CNS toxicity ഉണ്ടാവും. occurs due to through intrathecal injection. The next question is
Indicate the antifungal antibiotic which is used IV for systemic mycosis. Indicate the antifungal antibiotic which is used IV for systemic mycosis. Option A, griseofulvin. Option B, nystatin. Option C, amphotericin B. And option D, hamycin. So systemic mycosis use ചെയ്യുന്ന drug ഏതാണ്? Nystatin is nystatin is not given systemically. Nystatin is not given systemically, and hamycin is also not given systemically. Griseofulvin is also not given systemically. Nystatin is toxicity ഉള്ളതുകൊണ്ട് തന്നെ it is not used for systemic mycosis, but it is used for the ഏതാണ് ഡയറിയയ്ക്കും അതുപോലെ തന്നെ മൊണീരിയൽ വജൈനാലിസിനൊക്കെ നൈസ്റ്റാറ്റിൻ കൊടുക്കാറുണ്ട്. ഹാമൈസിൻ is also not given for the systemic mycosis. Griseofulvin is also not given for the systemic action and is orally given for the dermatophytosis. Dermatophytosis, ടീനിയ പെഡിസ് അതുപോലെ തന്നെ ടീനിയ ക്യാപിറ്റസ് പോലുള്ള ഫംഗസിന്റെ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് ഡെർമറ്റോഫൈറ്റ്സിന്റെയും ഇൻഫെക്ഷന് വേണ്ടിയിട്ട് ആന്റിഫംഗൽ ഏജന്റ് ആയിട്ട് ഗ്രിസിയോഫൾവിൻ കൊടുക്കാറുണ്ട്. Only amphotericin B is the given systemically in the given drugs. So amphotericin B is a antifungal agent which is used systemically. So amphotericin B is the most effective drug for the practically all type of systemic mycosis and is a golden. So ഇതുകൊണ്ട് തന്നെ ഇതെന്താണ് gold standard of antifungal therapy എന്നാണ് അറിയപ്പെടുന്നത്. But because of the higher toxicity of amphotericin B, azoles are nowadays preferred. The next question is select the antifungal drug which is administered only by oral route. The antifungal drug which is administered only by oral route ആണ് ഏതാണ്? From the options amphotericin B, option B ketoconazole, option C griseofulvin and option D tolnaftate. So ഏതാണ്? From the following, which is the antifungal drug which is only given in the oral route? നമ്മൾ antifungal agents പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ഗ്രിസിയോഫൾവിൻ എന്ന് പറയുന്നത് എന്താണ്? Only given through oral route. Griseofulvin is given only through oral route. Amphotericin is given through oral as well as IV form, and ketoconazole is systemic formula, systemically കൊടുക്കുന്നതാണ്. And tolnaftate is also is a topical application. Topically ആണ് topical antifungal agent ആണ് tolnaftate. So griseofulvin is only given through oral route only. That is griseofulvin is ineffective topically and it is used orally. The absorption from the GIT is incomplete. Griseofulvin waterly low solubility ആയതുകൊണ്ട് തന്നെ GIT-യിലുള്ള absorption വളരെ കുറവാണ്. And the absorption is enhanced by taking it with fatty meal. And amphotericin B can be administered either orally or systemically. Ketoconazole is a systemic antifungal agent and tolnaftate is topical antifungal agent. So correct answer is griseofulvin, which is only given through oral route. Orthoikia, griseofulvin is only given through oral route. Then next question is name the drug belonging to the topical azole class. Name the drug belonging to the topical azole class. Option A para-aminosalicylic acid, option B clotrimazole, option C ketoconazole and option D terbinafine. So para-aminosalicylic acid. Para-aminosalicylic acid is an anti-tubercular agent. Option B clotrimazole. Clotrimazole is an antifungal agent. Ketoconazole is an antifungal agent. Both are imidazole containing drugs. So ketoconazole is a systemically acting imidazole containing drug and clotrimazole is a topically effective imidazole containing drug. So option B as a right answer. That is clotrimazole is it contains an L, clotrimazole, not cotrimazole. Clotrimazole is a topical imidazole containing antifungal drug and para-aminosalicylic acid is an anti-tubercular drug and ketoconazole is a systemically acting imidazole containing antifungal agent and terbinafine is an allyl amine antifungal agent. Terbinafine എന്താണ്? ഒരു allyl amine antifungal agent ആണ്. The next question is
Fungal infections are also known as option A, Crystaluria, option B, Hansen's disease, option C, mycotic infection, option D, Addison's disease. So, ഏതാണ് ഫംഗൽ മൈക്കോസിസ്, മൈക്കോട്ടിക് ഇൻഫെക്ഷൻ, മൈക്കോസിസ് ഏതാണ്? ഫംഗസിനെ റിലേറ്റ് ചെയ്യുന്ന ടേമാണ് മൈക്കോസിസ്. So option C is right answer. Fungal infections are also known as mycosis. And Crystaluria എന്ന് പറയുന്നത് എന്താണ്? Crystaluria എന്ന് പറയുന്നത് presence of crystals in urine. Crystaluria എന്ന് പറയുന്നത് presence of crystals in urine. Hansen's disease നമ്മൾ ഓൾറെഡി പഠിച്ചു, ലെപ്രസി പഠിച്ചു. ലെപ്രസിയുടെ വേറൊരു പേരാണ് Hansen's disease. Is an infection caused by the slow growing bacteria, that is Mycobacterium leprae cause ചെയ്യുന്ന disease ആണ് Hansen's disease, which is also known as leprosy. The next is the Addison's disease. Addison's disease, also called adrenal insufficiency, is an uncommon illness that occurs when the body doesn't make enough of certain hormones. In Addison's disease, the adrenal glands make too little cortisol and often too little another hormone, aldosterone. The next question is, which of this is not an antifungal among the given? Option A, Annulula fungin, option B, acetyl salicylic acid, option C, voriconazole, and option D, myconazole. So, ഏതാണ് ഈ ഓപ്ഷൻസിനകത്ത് ഏതാണ് ആന്റി ഫംഗൽ ഏജന്റ് അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. സോ Annulula fungin എന്ന് പറയുന്നത് എന്താണ്? Annulula fungin is a caspofungin and Annulula fungins are the echinocandins. Antifungal antibiotic classification are the echinocandins വരുന്ന drug ആണ് Annulula fungin. So Annulula fungin is an antifungal agent. Voriconazole and myconazole are azole group of antifungal agents. Acetyl salicylic acid or aspirin. Aspirin നമുക്കറിയാം, it is an NSAID, non-steroidal anti-inflammatory drug വരുന്നതാണ് acetyl salicylic acid, and it is not an antifungal agent. So option B is the right answer. Next question is, all are mycosis except option A, athlete's foot, option B, leprosy, option C, ringworm infection, and option D, candidiasis. ഏതാണ് correct answer? Athlete's foot is an fungal infection, that is mycosis ആണ്. mycosis എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗൽ ഇൻഫെക്ഷൻസിന് പറയുന്നതാണ് mycosis. So athlete's foot is a fungal infection caused by the Tinea pedis. Leprosy എന്താണ്? Leprosy mycobacterial leprae cause ചെയ്യുന്ന infectious disease ആണ് leprosy, and ringworm infection and candidiasis are fungal infections. Leprosy is an infection caused by mycobacterium leprae. It is called the Hansen's disease. And athlete's foot, that is Tinea pedis, is a fungal skin infection that usually begins between the toes. നമ്മുടെ ടോസിന്റെ കാൽവിരകൾക്ക് ഇടയിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ ആണ് athlete's foot. And Tinea pedis എന്ന് പറഞ്ഞ ഫംഗസ് ആണ് അത് അഫക്ട് ചെയ്യുന്നത്. And it commonly occurs in people whose feet have been become very sweaty while confined within tight-fitting shoes. And ringworm is a contagious fungal infection caused by common mold-like parasite that live on the cells in the outer layer of your skin. Candidiasis is also a fungal infection. It is caused by yeast and that belongs to the genus Candida. So option B is the right answer. Leprosy is not a fungal infection and it is a contagious infection caused by the Mycobacterium leprae. Next question is, Tinea capitis is option A, leprosy, option B, athlete's foot, option C, fungal infection of scalp, option D, none of the above. So Tinea capitis എന്താണെന്നാണ് question. Tinea capitis എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? These are the fungus which cause the fungal infection of scalp. Tinea capitis. Capitis means ഒരു ഹെഡ് പോർഷൻ, ദാറ്റ് സ്കാൽപ്പിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ കോസേറ്റീവ് ഏജന്റ് ആണ് ടീനിയ കാപ്പിറ്റസ്. ടീനിയ പെഡിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗൽ ഇൻഫെക്ഷൻസ് ഓഫ്
ഫീറ്റാണ് ടീനിയ പെഡിസ് അഫക്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് അത്ലറ്റിസ് ഫൂട്ടിന്റെ കോസറ്റീവ് ഏജന്റ് ആണ് എന്ത് ടീനിയ പെഡിസ്. ആൻഡ് ടീനിയ അൺഗ്വിയം ഓർ ഇത് ഓങ്കോമൈക്കോസിന്റെ കോസറ്റീവ് ഏജന്റ് ആണ് ടീനിയ അൺഗ്വിയം. ദാറ്റ് ഇസ് ഫംഗൽ ഇൻഫെക്ഷൻ ഓഫ് നെയിൽ. ടീനിയ അൺഗ്വിയം ഇസ് ഫംഗൽ ഇൻഫെക്ഷൻ ഓഫ് നെയിൽസിനെയാണ് ടീനിയ അൺഗ്വിയം അഫക്ട് ചെയ്യുന്നത്. സോ ലെപ്രസി എന്ന് പറയുന്നത് എന്താണ്? ലെപ്രസി മൈക്കോബാക്ടീരിയം ലെപ്രയാണ് കോസറ്റീവ് ഏജന്റ്. സോ അത്ലറ്റിസ് ഫൂട്ട് എന്ന് പറയുന്നത് ടീനിയ പെഡിസ് ആണ്, ലെപ്രസി മൈക്കോബാക്ടീരിയം ലെപ്രയാണ്, ആൻഡ് ഫംഗൽ ഇൻഫെക്ഷൻ ഓഫ് സ്കാൽപ്പസ് ടീനിയ ക്യാപിറ്റസ് ആണ്. സോ ഓപ്ഷൻ സി ഇസ് എ റൈറ്റ് ആൻസർ. ടീനിയ ക്യാപിറ്റസ് കോസ് ചെയ്യുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ഓഫ് സ്കാൽപ്പ് ആണ്. Tinea pedis cause the athlete's foot and Tinea capitis cause the fungal infection of scalp. So right answer is option C. The next question is tall naphthalate does not exist in dash dosage form. Option A ointment, option B lotion, option C topical solution, and option D tablet. Tall naphthalate നമുക്കറിയാം, tall naphthalate is not given internally and it is used applied topically. So ointment, lotion, topical solution എല്ലാം എന്താണ് topical external application വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. So tablet is internal purpose ആണ്. So tall naphthalate does not exist in formulation of tablet. So option D is the right answer. So tall naphthalate is effective for the treatment of cutaneous mycosis and not given in the form of tablet. Okay, option D is the right answer. Tall naphthalate is given topically, not given in the form of tablet. Next question is nystatin is derived from option A Streptomyces nodosus, option B Streptomyces nodosae, option C Streptomyces griseus, and option D none of them. So nystatinന്റെ സോഴ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം Streptomyces nodosus is the source of Amphotericin B. Amphotericin B is first isolated from Streptomyces nodosus. And Streptomyces nodosae is the source of nystatin. And Streptomyces griseus is the source of streptomycin. Streptomyces griseus is the source of streptomycin. നമ്മൾ ആന്റിബയോട്ടിക്സ് എടുത്തപ്പോൾ പറഞ്ഞതാണ് Streptomyces griseusന്റെ സോഴ്സ് streptomycin. So correct answer എന്താണ്? Nystatin is derived from Streptomyces nodosae. Option B is the right answer. Nystatin is obtained from Streptomyces nodosae. Streptomyces nodosus is a source of Amphotericin B, and Streptomyces griseus is a species produces streptomycin. Streptomycin, which is a broad spectrum aminoglycoside antibiotic. Streptomycin is a broad spectrum aminoglycoside antibiotic. Next question is the antifungal agent Amphotericin B is also active against option A anaerobic bacteria, option B rickettsia, option C mycobacterium tuberculosis, and option D leishmanias. So Amphotericin B ഈ കൊടുത്തേക്കുന്നതിൽ ഏത് ഓർഗാനിസത്തിന് എഗെയിൻസ്റ്റ് ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്? സോ option D is the right answer. That is Amphotericin B is active against is used for the treatment of leishmaniasis. Amphotericin B is also used for the treatment of leishmaniasis. That is leishmaniasisന്റെ ട്രീറ്റ്മെന്റിന് Amphotericin B കൊടുക്കാറുണ്ട്. Kala Azar is a kind of leishmaniasis. Kala Azar is also known as black fever. So Amphotericin B is given for the treatment of Kala Azar and other leishmaniasis infections. So Amphotericin is most effective drug for the resistant cases of Kala Azar and mucocutaneous leishmaniasis. So Amphotericin B is given for the leishmaniasis other than the antifungal activity. The next question is which of the following drugs is least likely to be effective in the treatment of esophageal candidiasis,
It is used by oral route. Option A, amphotericin B. Option B, clotrimazole. Option C, fluconazole. And option D, griseofulvin. So, amphotericin B is also given through oral route. Clotrimazole is a topical preparation, and fluconazole is also used for the esophageal candidiasis, and fluconazole is also used systemically as well as the through oral route, and griseofulvin is only given through oral route. But griseofulvin is only active towards the dermatophytes. Dermatophytosis in matre treatment nanu griseofulvin kodukarullathu, and griseofulvin is not effective for the candida infections. Nammal padichadana griseofulvin is not effective towards the candida infections. So esophageal candidiasis ine griseofulvin namukku administer cheyan pattilla. Option D is the correct answer. That is, griseofulvin is fungistatic for most dermatophytes, including epidermophyton, trichophyton, and microspora, but not against the candida and other fungi causing deep mycosis. So, griseofulvin cannot be used for the esophageal candidiasis. Griseofulvin cannot be used for the treatment of esophageal candidiasis. The other three drugs are effective against candida. The amphotericin B ആയാലും clotrimazole ആയാലും fluconazole ആണെങ്കിലും നമുക്ക് candidiasisന്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യാം. The next question is, amphotericin B toxicity is monitored by option A, serum sodium measurement, option B, serum potassium measurement, option C, liver function test, and option D, blood sugar level. That is, amphotericin B നമുക്ക് പറയാം ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ മേജർ ടോക്സിസിറ്റി ഓഫ് amphotericin B എന്ന് പറയുകയാണെങ്കിൽ അതാണ് നെഫ്രോടോക്സിറ്റി ആണ്. സോ നെഫ്രോടോക്സിറ്റിയുടെ ഒരു മേജർ മാനിഫെസ്റ്റേഷൻ ആണ് സിറം പൊട്ടാസ്യം ലെവൽ. ദാറ്റ് ഇസ് ഹൈപ്പോകലീമിയ ഒരു amphotericin B യുടെ ഒരു ടോക്സിറ്റിയുടെ മാനിഫെസ്റ്റേഷൻ ആണ്. സോ നമുക്ക് സിറം പൊട്ടാസ്യം മെഷർമെന്റിലൂടെ നമുക്ക് ഹൈപ്പോകലീമിയ ഉണ്ടോ ഇല്ലയോ അറിഞ്ഞിട്ട് നമുക്ക് amphotericin ടോക്സിറ്റി മെഷർ ചെയ്യാൻ പറ്റും. So, nephrotoxicity is the most important long-term toxicity due to the amphotericin B, and the manifestations of the amphotericin B nephrotoxicity include azotemia, reduced GFR, and glomerular filtration rate കുറയും, അതുപോലെ തന്നെ hypokalemia and inability to concentrate urine. ഇതൊക്കെ എന്താണ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ കിഡ്നി ടോക്സിറ്റി ആണ്. സോ അസോട്ടീമിയ എന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസ്ഡ് നൈട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്, യൂറിയ നൈട്രജൻ ലെവല് ബ്ലഡിൽ കൂടുന്ന അവസ്ഥയാണ് അസോട്ടീമിയ. ആൻഡ് റെഡ്യൂസ്ഡ് GFR is also a consequence, and hypokalemia, that is reduced potassium level in the blood and inability to concentrate urine. യൂറിന്റെ അളവ് യൂറിനിലുള്ള അയോൺസിന്റെ കണ്ടന്റ് കുറയുന്നതാണ്. It's also an indication of the nephrotoxicity. So option B is the right answer. That is, sodium serum potassium measurementilooda namukku kidney toxicity undo ennulla ariyam. And the next question is, drug of choice for monilial diarrhea is option A, flucytosine, option B, nystatin, option C, natamycin, and option D, ketoconazole. So നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നൈസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് എന്താണ്? നൈസ്റ്റാറ്റിൻ is a Polyene antifungal antibiotic. Nystatin is not given systemically because of its high toxicity, and it is not absorbed through the GIT. നമ്മൾ ഓറൽ റൂട്ട് കൊടുക്കുകയാണെന്നില്ല, അത് ഗ്യാസ്ട്രിക് അബ്സോർപ്ഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ദി മൊണീലിയൽ ഡയറിയ. മൊണീലിയൽ ഡയറിയയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നൈസ്റ്റാറ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. That is, given orally, it is not absorbed and can be used for the monilial diarrhea, that is due to superficial or otherwise. Monilial diarrhea affected due to super infection or otherwise, and nausea and bad taste in the mouth are the only side effect due to the oral administration. And nystatin is effective but less than azoles in the monilial vaginalis. The tablet is inserted twice daily in the vagina. So നൈസ്റ്റാറ്റിൻ എന്താണ്, മൊണീലിയൽ ഡയറിയ, മൊണീലിയൽ വജൈനൈറ്റിസിനൊക്കെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്ന ഡ്രഗാണ് നൈസ്റ്റാറ്റിൻ. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. എപ്പോഴും ഓർത്ത് വെക്കുക, മൊണീലിയൽ ഡയറിയ, മൊണീലിയൽ വജൈനൈറ്റിസിന് നൈസ്റ്റാറ്റിൻ ആണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച്. ദീസ് ആർ ഓൾ അബൌട്ട് ദി ആന്റിഫംഗൽ ഏജൻസ്. ആന്റിഫംഗൽ ഏജൻസിന്റെ ക്ലാസിഫിക്കേഷൻ തറോ ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഓരോ ഡ്രഗ്സിന്റെയും സ്ട്രക്ചറും അതിന്റെ
സ്ട്രക്ചറിനകത്തുള്ള പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക്കേഷൻസും പഠിക്കുക. അതുപോലെ തന്നെ എല്ലാ ഡ്രഗ്സിന്റെയും യൂസസും നല്ലപോലെ ഓർത്ത് വയ്ക്കുക. മെക്കാനിസം ഓഫ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് കണ്ടിട്ടുണ്ട്, എല്ലാം നോക്കി വെക്കുക. താങ്ക് യു സോ മച്ച്.